ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സൈക്കോ YT10. അപ്പോൾ ഗൈസ്, എല്ലാവരും നമ്മുടെ വീഡിയോ ആദ്യമേ തന്നെ പറയാണ്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഒരു മന്തി ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, അപ്പം ആ വീഡിയോയിലേക്ക് എല്ലാവരും ബൈ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഓൾറെഡി ഞാൻ മന്തി മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൻ്റെ വീഡിയോയുടെ ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പം ഞാൻ മന്തി മസാല ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് ഉണ്ട്, ചെറിയ ടീസ്പൂണ്. അപ്പോൾ നമ്മുടെ ടീസ്പൂണ് ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു ടീസ്പൂണ് നമ്മുടെ ടെർമറിക് പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഒലിവ് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ടീസ്പൂണ് നമ്മൾ സോൾട്ട് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു നാരങ്ങയുടെ പാതി നമ്മൾ ജസ്റ്റ് ഒന്ന് പിഴിയുക, സ്ക്യൂസ് ചെയ്യണം. ഓക്കെ, ഇത്ര എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണ് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ ഒത്തിരി ഇടുന്നില്ല, കാരണം ഇതിൻ്റെ അകത്ത് ഈസ്റ്റേണിൻ്റെ ജിഞ്ചർ ഗാർലിക്കാണ്. ഇതിൻ്റെ അകത്ത് ഓൾറെഡി സോൾട്ട് ആഡഡ് ആണ്. പിന്നെ അതേപോലെ നമ്മൾ സോൾട്ട് ആഡ് ചെയ്തു, പിന്നെ ക്യൂബിൻ്റെ അകത്തും നമുക്ക് സോൾട്ട് ഉണ്ടാകും. അപ്പോൾ എല്ലാം ഒരു പരുവത്തിനനുസരിച്ച് വേണം നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി. ഒന്നും അധികം ആകരുത്, സോൾട്ട് ഒത്തിരി ആയിക്കഴിഞ്ഞാൽ കൊള്ളില്ല. അതുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ ആഡ് ചെയ്തിരുന്നു. ഓക്കെ, നമ്മൾ അല്പം ഒലിവ് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒലിവ് ഓയിൽ നമുക്ക് ആവശ്യത്തിന്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫുഡ് കളറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആവശ്യമുള്ളവർക്ക് ആഡ് ചെയ്യാം, അല്ലാത്തവർക്ക് വേണ്ട. അപ്പം ഫുഡ് കളർ ആഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കനിൽ ഇച്ചിരി അല്പം കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ലേശം റെഡ് ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒലിവ് ഓയിൽ ഒഴിച്ചു, എന്താ പറയുക, ഫുഡ് കളർ ആഡ് ചെയ്തു. ഇനി നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ എടുത്തിട്ട് നമ്മൾ ഇതിൽ നൈഫിൻ്റെ ഷാർപ്പ് എഡ്ജ് വെച്ചിട്ട് നമ്മൾ ഇതിൽ ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ മസാല ആഡ് ചെയ്യുമ്പോഴത്തേക്കിന് ഇത് മാരിനേറ്റ് ചെയ്യുമ്പോൾ ഇത് എല്ലാം കൂടെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ചിക്കൻ്റെ അകത്തോട്ട് നല്ലതായിട്ട് ഇത് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ മാരിനേറ്റ് ചെയ്ത് വെക്കട്ടെ. മാരിനേറ്റ് ചെയ്ത് നമ്മൾ ഒരു 1 hour റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രിപ്പറേഷനിലോട്ട് പോകാവും. അപ്പൊ ഗൈസ്, അങ്ങനെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. ഓക്കെ, ചിക്കൻ ഇത് എത്ര എടുത്തതെന്ന് ഞാൻ പറഞ്ഞില്ല. ഇത് ഞാൻ 1 kg ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് 4ആയിട്ട് കട്ട് ചെയ്തു. അത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഓക്കെ, 2ആയിട്ട് കട്ട് ചെയ്യാം, 4ആയിട്ട് കട്ട് ചെയ്യാം, എങ്ങനെ വേണം നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇതിങ്ങനെ 4 പീസാക്കി എടുത്തേക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മാരിനേറ്റ് ചെയ്തു. ഇനി ഇത് നമ്മൾ ഒരു 1 hour റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണ്. അന്നേരപ്പോഴത്തേക്ക് നമ്മുടെ റൈസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ഗൈസ്, അങ്ങനെ നമ്മൾ ഇതേണ്ട മന്തിക്കുള്ള നമ്മുടെ ചിക്കൻ ഇത് ചെയ്യാൻ പോവാണ്. നമ്മൾ വേറെ രീതിയിലാണ് അത് ചെയ്യുന്നത് കേട്ടോ. അതായത് കുക്കറിന്റെ താഴെ നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിന്റെ മണ്ടയ്ക്ക് നമ്മളൊരു എന്താ പറയുക, ഒരു ചെറിയൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ ഇതുപോലെ ഒരു ഗ്രില്ല് പോലത്തെ സാധനം വെച്ച് അതിൽ ചിക്കൻ വെച്ച് നമ്മൾ ഇത് അടച്ചു വെച്ച് നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി ഡ്രൈ ആകത്തില്ലാതാനും ഇത് നല്ല ജ്യൂസി ആയിട്ട് കിട്ടുകയും ചെയ്യും. എന്നിട്ട് ഇതിൽ നിന്ന് ഇറങ്ങുന്ന നമ്മുടെ സ്റ്റോക്ക് വെച്ചിട്ടാണ് നമ്മൾ റൈസ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണേലും ഇത് നിങ്ങൾ കണ്ടു നോക്കി എങ്ങനെ ഉണ്ടാവുമെന്ന്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം ഇത് നമ്മുടെ റൈസിൻ്റെ അകത്ത് വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു സുഖം കാണില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. എന്താണ്, നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് ഞങ്ങൾ റിവ്യൂ പറയുന്നതായിരിക്കും ഇതിൻ്റെ ഫുഡ് എങ്ങനെ ഉണ്ടെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ കുക്കർ അടച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഒരു 2-3 വിസിൽ. ഓക്കെ, എന്തായാലും നമുക്ക് ഒരു 2 വിസിൽ മതി. ഞാൻ എന്തായാലും ഒരു 3 വിസിൽ അടുപ്പിക്കുകയാണ്. അപ്പം എങ്ങനെയാണ് ഇനി ഇതിപ്പോൾ തുറന്നു നോക്കുമ്പോൾ അറിയാം ഇതെന്തായാലും കുക്കാകട്ടെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ മന്തി റൈസ് റെഡി ആക്കുവാണ്. നമ്മൾ ചിക്കൻ നമ്മൾ വേവിച്ചെടുത്ത് സ്റ്റീം ചെയ്തെടുത്തപ്പം ഉണ്ടായിരുന്ന ഗ്രേവി 1 ഗ്ലാസ് വെള്ളം ഉണ്ടായിരുന്നത്. ഗ്രേവി ഒന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തത്, ബസ്മതി റൈസ് ആണ് എടുത്തത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 1.5 എത്ര വെള്ളം ഇട്ടെ? മൊത്തത്തിൽ നമുക്ക് 3 ഗ്ലാസ് വെള്ളം വേണം. അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ നമ്മൾ വെള്ളം എടുത്തു. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ക്യാപ്സിക്കം അരിഞ്ഞിട്ടിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പാതി ക്യാപ്സിക്കം, പിന്നെ അതേപോലെ തന്നെ 2-3 ഏലക്ക, പിന്നെ സവോള, ഒരു ഹാഫ് സവോള, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും കൂടെ ചേർത്തിട്ട് നമ്മൾ റൈസ് എന്താ പറയുക ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മളൊരു ഡ്രൈ ലെമണും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിത് അരി വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ചിക്കൻ നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കും. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക്
ഒരു പണി കിട്ടിയത് കൊണ്ടാണ് നമ്മൾ അരി ഇട്ടപ്പോൾ നമ്മൾ വിട്ടുപോയത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഗൈസ് അങ്ങനെ നമ്മുടെ റൈസ് ഏകദേശം വെന്തിട്ടുണ്ട്. ഒരു 70-75% വെന്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചിക്കൻ വെക്കുന്നു. അതിന്റെ അകത്തേക്ക് നമ്മൾ വേണ്ട അല്പം പാലില് നമ്മൾ കുങ്കുമപ്പൂ ഒക്കെ ഇട്ടിട്ട് ഇച്ചിരി നമ്മുടെ ടെർമറിക്ക് ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് വെച്ച് കളറിനും ഫ്ലേവറിനും വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇത് ആഡ് ചെയ്യണം കേട്ടോ. അപ്പൊ ഗൈസ് നമ്മൾ വേണ്ട ഒരു സ്പൂൺ നമ്മൾ നെയ്യും കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, സെറ്റ്. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മുടെ മന്തി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇനിയും പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് നമുക്ക് കാണിക്കാം. അതേപോലെ തന്നെ അപ്പൂസും ഇപ്പൂസും കഴിച്ച് അതിന്റെ റിവ്യൂവും കൂടെ നമുക്ക് കേൾക്കാം. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മൾ ഒരു വലിയ പ്ലേറ്റിലേക്ക് മന്തി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു, ചിക്കനും വെച്ച് ഇവര് കഴിച്ചു നോക്കാൻ വന്നിട്ട് ഇവര് കഴിച്ചിട്ട് അതിന്റെ ടേസ്റ്റ്, റൈസിന്റെ ടേസ്റ്റ് എങ്ങോട്ടെന്ന് ഇപ്പൊ പറയാം കേട്ടോ. നല്ലതാണോ? സൂപ്പറാ? ചിക്കൻ ഇച്ച് കഴിച്ചു നോക്കിയേ, ചിക്കൻ എങ്ങോട്ട് നോക്കി. ചൂടാതെ ചൂടില്ല ചിക്കന്. കഴിച്ചു നോക്കി. എങ്ങോട്ട്? നല്ല ടേസ്റ്റാ? ഓക്കെ. അപ്പൊ ഗൈസ് നമ്മുടെ മന്തി അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഗൈസ് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബൈ.